ആദ്യം തന്നെ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതും ഗിരീശേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ, അത് പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഗിരീശേട്ട, സച്ചിൻ എനിക്ക് തന്നതിന്. താങ്ക് യു ഭാവന, ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, പാതുക്ക, താങ്ക് യു ഇത് പോസിബിൾ ആക്കിയതിന്. ആൻഡ് കോർട്ടിസ്റ്റ് ഞങ്ങളുടെ പ്രമിലു ടീം, നിങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പടമില്ല. നമ്മള് കൂടെ നിൽക്കുന്നവർ അത്ര അടിപൊളിയാകുമ്പോഴാണ് നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു. അയ്യോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. പ്രേമിലു 2-ലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റട്ടെ. ഇതിനേക്കാൾ വലിയ ഒരു സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ഷമീർ ഖാൻ എത്തിയിട്ടുണ്ടോ? ഷമീർ, ഓക്കെ. ബബിത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന് വരുന്നതും, അതും ഗിരീഷേട്ടൻ്റെ പടത്തിന് തന്നെ നമുക്കൊരു 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച്, ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. അപ്പം അതിൽ നിങ്ങളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നസ്ല പറഞ്ഞ പോലെ പ്രേമിലു 2-ലും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവന സ്റ്റുഡിയോസ്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഇത് ഇത്രയും വലിയ ഒരു സ്കെയിലിൽ പടം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു ആക്ച്വലി. അപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ലാസ്റ്റ്, പ്രേമിലു ടീം, എവ്രി വൺ, ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും, അതേപോലെ തന്നെ പ്രേമിലു, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രേമിലുവിൻ്റെ ഫാമിലിയാണ്. സോ എല്ലാവരോടും വൺസ് മോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഇങ്ങനൊരു പ്രസംഗം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഈ ഷീൽഡ് വാങ്ങി പോവാം എന്നാണ് വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ചെയ്ത് പറയുമ്പോൾ പഠിച്ചു വെച്ചൊക്കെ മറന്നു. എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവാനൊന്നും പറ്റിയിട്ടില്ല. ഒരുമിക്ക പടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ ഗിരീഷേട്ടൻ വിളിച്ചതും ഇങ്ങനൊരു വലിയ വലിയ അവസരം തന്നതുമൊക്കെ. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷേട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അതിവിടെ പറയാണ്. താങ്ക് യു ഗിരീഷേട്ട. ഒപ്പം ശ്യാമേട്ടൻ, ദിലീഷേട്ടൻ, ഫഹദ്ക്ക, നമ്മുടെ എല്ലാ ടീമും, അജ്മല്, ആകാശേട്ടൻ, ആരുടെയെങ്കിലും വിഷ്ണു ചേട്ടൻ, ആരുടെയെങ്കിലൊക്കെ പേര് പറയാൻ തുടങ്ങിയ വിട്ടുപോകും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, നെസ്ലിൻ, മമിത, ശ്യാം, അൽത്താഫ്ക്ക, മാത്യു, മീനാക്ഷി, അഖില, എല്ലാവരും ഭയങ്കര, നെസ്ലിൻ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ, എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നോ, അപ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും, ഞാൻ ഫെബ്രുവരി 8-ാം തീയതി റിലീസിന്റെ തലേന്ന് കിടന്നുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുകയാണോന്ന്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത്. അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് പ്രേമിലു 2 വരുന്നത്. സ്വപ്നം ഇനി കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അഖില. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ
ഇതിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും തോന്നുന്നു. ഗിരീഷ് ചേട്ടന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. കൂടാതെ ദിലീഷ് ചേട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണി ചേച്ചി, ഫഹദക്ക, അങ്ങനെ എല്ലാവർക്കും. പിന്നെ SS കാർത്തികേയൻ സർ, നമ്മുടെ പടം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വൻ വിജയമായിരുന്നു. അപ്പം അതിനും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. മാത്യു, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എൻ്റെ ആദ്യത്തെ സിനിമ എന്നെ കൊണ്ടുവന്നത് ബാലു സ്റ്റുഡിയോസാണ്. അതുപോലെ രണ്ടാമത്തെ സിനിമ ഗിരീഷ് ചേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര ഒരു സക്സസ് ആയിട്ട് ആയി ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. മീനാക്ഷി, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ ഇത്രയും വലിയ വിജയമാക്കി തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകരോട് വലിയൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ, ഹിറ്റായ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഒരു സിനിമ കയറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം തിയേറ്റർ വൈസും എല്ലാ സൈഡിൽ നിന്നും ഒരു ചലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു 100 കോടി ക്ലബിൽ ഒരു മലയാള സിനിമ കയറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 100 കോടി ക്ലബ്ബ് സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. പിന്നെ നേരത്തെ മമിതയും നസ്ലിനും ഒക്കെ പറഞ്ഞതുപോലെ അടുത്ത പ്രേമലു 2ന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ എത്താൻ സാധിക്കട്ടെ. അങ്ങനെ എത്താൻ സാധിക്കണമെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവണം. അങ്ങനെ ആ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. അൽതാഫ്, കുറച്ചു നേരം മുമ്പ് ദിലീഷ് ചേട്ടനും ഗിരീഷും കൂടി എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഞാനത് എന്തിനാണെന്നറിയില്ല. രഹസ്യമായിട്ട് പറഞ്ഞ് നിങ്ങളാണ് ഈ പടത്തിൻ്റെ ബാക്കിയും. അപ്പോൾ പ്രേമലു 2 ഗിരീഷിൻ്റെ എല്ലാ പടത്തിലും ഭാവന സ്റ്റുഡിയോസിൻ്റെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിക്ക് അവർക്ക് എന്തെങ്കിലും മനസ്സിനെന്തോ പ്രശ്നം. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു.